നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും സിനിമകളിലൂടെ നമ്മൾ പല പോലീസ് വേഷത്തിലുള്ള ആക്ഷൻ ചെയ്യുന്ന പല നടന്മാരെയും നമ്മൾ അഭിനന്ദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരം ക്യാരക്ടറുകൾക്ക് വലിയ ഒരു സ്വാധീനം സമൂഹത്തിൽ ചെലുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം ക്യാരക്ടറുകൾ അല്ലെങ്കിൽ നടന്മാർ നമ്മുടെ സിനിമകളിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ കേരളത്തിലും നമ്മുടെ കേരള പോലീസിലും അത്തരത്തിലുള്ള അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് പി. വിജയൻ IPS, ക്രമസമാധാന ചുമതലയുള്ള ADGP. അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് പല നീക്കങ്ങൾ നടത്തിയവർക്കാണ് ഇപ്പോൾ ഈ ഒരു അർജുൻ ആയങ്കിയെ പിടികൂടാൻ നടത്തിയിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ വൻ പ്രഹരമായി മാറിയിരിക്കുന്നത്. ഇന്റലിജൻസ് മേധാവി എന്ന നിലയിൽ ദീർഘകാല പരിചയ സമ്പത്തുള്ള പി. വിജയന്റെ പ്രവർത്തന മികവിനെ ചോദ്യം ചെയ്യാനും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റാനും ചില കേന്ദ്രങ്ങൾ സജീവമായി തന്നെ നീങ്ങിയിരുന്നു. എന്നാൽ DIG K. കാർത്തികുമായി നടത്തിയ പഴുതടച്ച വ്യൂഹം ചമച്ച് ആയങ്കിയുടെ ഒളിത്താവളം തകർത്തതോടെ ADGP പി. വിജയന്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ചവർ മൂക്കിൽ വിരൽ വയ്ക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹം ഈ അർജുൻ ആയങ്കിയെ പിടിച്ചതിന് ശേഷം പിന്നീട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുമ്പോഴൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം അതിനുള്ള മറുപടി നൽകുന്നുണ്ട്. അർജുൻ ആയങ്കി കുറച്ച് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയതാണ്, പക്ഷേ കേരള പോലീസിനെ കുറിച്ചുള്ള ഒരു അണ്ടർഎസ്റ്റിമേറ്റ് ആയി പോയി ഇതെന്നാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. ആയങ്കിയെ മാത്രമല്ല, ഇങ്ങനെ വെല്ലുവിളിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിത്. അതായത് നിയമം കയ്യിലെടുത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്വൈരജീവിതം തകർത്തുകൊണ്ടുള്ള ഇത്തരം ധിക്കാരപരമായിട്ടുള്ള നടപടികൾ കേരളത്തിൽ നടക്കില്ലെന്നാണ് ADGP പി. വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ സേഫായി VPN അടക്കമുള്ള സാങ്കേതിക വിദ്യയൊക്കെ പ്രയോഗിച്ചു നോക്കി, പക്ഷേ അതിനേക്കാൾ സ്മാർട്ടായ പോലീസ് കേരളത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായി തന്നെ പോലീസിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ധിക്കാര പ്രവർത്തനങ്ങളും ഇനി അനുവദിക്കില്ല. പോലീസിനെ പേടിച്ച് അർജുനാണ് കറങ്ങി നടന്നതെന്നും ADGP പി. വിജയൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പച്ച് അടക്കം ചുമത്തുന്നത് പരിശോധിക്കും. മറ്റ് നിയമപരമായ സാധ്യതകളെല്ലാം പോലീസ് നോക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇപ്പോഴത്തേത് മാത്രമല്ല, വേറെയും കേസുകളുണ്ട് ആയങ്കിക്കെതിരെ. ആയങ്കി എന്നല്ല, ഒരു ഗുണ്ടയ്ക്കും ഇത്തരത്തിൽ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലെ ക്രിമിനലുകളായ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാ പോലീസ് സ്റ്റേഷനുകളിലുമുണ്ട്. ആ ലിസ്റ്റ് വെച്ചൊരു ഓപ്പറേഷൻ പദ്ധതി ഇടുന്നതിനിടെയാണ് ആയങ്കിയുടെ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത്. ഒരായങ്കിയെ പിടിക്കുക എന്നതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നിയമപരമായ നടപടി കൂടിയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ ഏകദേശം 55 പേരോളം പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. അതിൽ ആയങ്കിയുടെ കൂട്ടാളികളുമുണ്ട്, അല്ലാത്തവരുമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും 100-ലേറെ ഗുണ്ടകൾ കസ്റ്റഡിയിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുറെ റിയൽ ഗുണ്ടകളുണ്ട്, അവരെയൊക്കെ തന്നെ നിലയ്ക്ക് നിർത്തും. ഇവരുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ പരിശോധിക്കും. റിയൽ സീറോസ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വാളുകൊണ്ട് കേക്ക് മുറിച്ചുള്ള ബർത്ത്ഡേ പാർട്ടിയൊക്കെ വലിയ ഷോ ആയി നടത്തി ആഘോഷിക്കുന്നവർ, അത്തരക്കാരുടെ ഷോ എല്ലാം ഇതോടെ അവസാനിക്കുന്നതായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഇനി ഗുണ്ടകൾക്ക് ഈ നാട്ടിൽ വിലസി നടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ചില ഗുണ്ടകളുടെ പ്രധാന വരുമാന മാർഗം സ്പോൺസർ ആയിട്ടുള്ളവരാണ്. ഒരു ക്രൈമിന്റെ ഭാഗമായി വന്നാൽ അവരെല്ലാം പ്രതിയായി മാറും. രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എല്ലാ വശങ്ങളും പരിശോധിക്കുന്നതാണ്. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുകൾ ഇടുന്നതെല്ലാം അർജുൻ ആയങ്കി തന്നെയാണെന്ന് പറയാനാകില്ല. ചില കാര്യങ്ങൾ അയാൾ തന്നെയാണ് ചെയ്തതെന്ന് സംശയമുണ്ട്. എല്ലാ പോസ്റ്റുകളും അയാൾ തന്നെയാണോ ഇട്ടതെന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് സൈബർ വിദഗ്ധർ അക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഗുണ്ടകൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവർക്ക് പണി കിട്ടുന്നതെന്നും ADGP പി. വിജയൻ പറഞ്ഞു. ഒരു ആയങ്കിയും നിയമത്തെ വെല്ലുവിളിച്ച് നടക്കരുതെന്നും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പോലീസ് കർശനമായി ശക്തമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. മാത്രമല്ല, വേറൊരു കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. പോലീസ് അർജുൻ ആയങ്കിക്കായിട്ട് തെരച്ചിൽ നടത്തുന്ന സമയങ്ങളിലും അവൻ ഈ പറയുന്ന തൃശ്ശൂരിലൊരു റെസ്റ്റോറൻറ്റിലെത്തി ചായ കുടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് പി. വിജയൻ മറുപടി നൽകുന്നത്, അയാൾ അവിടെ എത്തുകയാണോ അതോ ഞങ്ങൾ അവരെ ട്രാപ്പിൽ വീഴ്ത്തുകയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്നും നിങ്ങൾ ഓർത്ത് നോക്കുക എന്നുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതായത്
ഈ പറയുന്നത് പോലെ അർജുൻ ആയങ്കി അവിടെ കറങ്ങി നടന്ന് പോലീസിനെ വെല്ലുവിളിക്കുകയല്ല, പോലീസിന്റെ ഒരു ട്രാക്കിലോട്ട് പോലീസ് തന്നെ അർജുൻ ആയങ്കി എത്തിക്കുകയായിരുന്നു. അവൻ അവിടെ ചായ കുടിക്കുമ്പോഴൊക്കെ തന്നെ പോലീസ് ചുറ്റും ഉണ്ട്, അല്ലെങ്കിൽ പോലീസ് പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ആയങ്കി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനോട് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നൽകിയ ഈ അവസാന സമയപരിധി കൃത്യമായി പാലിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞതും ക്രമസമാധാന പാലകരുടെ വീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആയങ്കിയെ വെടിവെക്കാതെയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും പിടിച്ചു കാണിക്കാമോ എന്ന രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു പ്രതിപക്ഷവും CPM-ഉം ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക് വെച്ചു നീട്ടിയത്. പൊതുമധ്യത്തിൽ ആയങ്കിയെ തള്ളിപ്പറഞ്ഞും എന്നാൽ പോലീസിനെ പ്രതിരോധത്തിലാക്കിയും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ചവർക്ക് അതേ നാണയത്തിലാണ് ഭരണകൂടം മറുപടി നൽകിയത്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാകും അനുഭവം. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇന്നലെ മുതൽ അതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഓണക്കാലം കൂടി മുൻനിർത്തി നടപടികൾ ഊർജിതമാക്കും. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. ഏത് സംരക്ഷണം കിട്ടിയാലും ഇത്തരം ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ല. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നവർ ആരായാലും ശരി, കർശന നടപടി ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി തന്നെ അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞു, ജയരാജൻ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളെ ആർക്കും സംരക്ഷിക്കാനാകില്ല. കേരളം അത്തരമൊരു നാടല്ല. ഗുണ്ടകൾ മാത്രമല്ല, ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകൾക്കെതിരെയും നടപടിയെടുക്കും. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെയും നടപടിയെടുക്കും. നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കിയെ കണ്ണൂരിലെ രഹസ്യ താവളത്തിൽ നിന്നും പൂട്ടി DIG K കാർത്തിക് IPS-ഉം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ആഭ്യന്തരമന്ത്രിക്കും കേരള പോലീസിന് വലിയ തലവേദനയും മാനക്കേട് സൃഷ്ടിച്ച വെല്ലുവിളിക്കാണ് DIG നേരിട്ടിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി നൽകിയത്. പോലീസിനെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച് അതിർത്തികൾ കടന്നു നടത്തിയ മിന്നൽ ഓപ്പറേഷനിലൂടെയാണ് ആയങ്കിയുടെ അഹങ്കാരം കാർത്തിക്കും സംഘവും അടിച്ചമർത്തിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കെ തൃശൂർ DIG-ആയും പിന്നീട് കണ്ണൂർ മേഖലയുടെ ചുമതലയിലേക്കും എത്തിയ കാർത്തിക്കിന്റെ കരിയറിലെ മറ്റൊരു പൊന്തൂവലാണ് ഈ അടിയന്തര അറസ്റ്റ്. വടകരയിൽ നടന്ന കോടികളുടെ MDMA മയക്കുമരുന്ന് കേസിന്റെ അന്വേഷണ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ മാനം കാത്ത ഈ വമ്പൻ ഓപ്പറേഷനും കാർത്തിക് IPS വിജയകരമായി പൂർത്തിയാക്കിയത്. കേവലം കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മാറി നിൽക്കാതെ DIG നേരിട്ട് ഫീൽഡിലിറങ്ങി കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞതാണ് ആയങ്കിക്ക് കെണിയായത്. കേരള പോലീസിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായ കാർത്തിക് IPS പദവികൾ ഏതായാലും അവിടെയൊക്കെ തൻ്റെതായ മുദ്ര പതിപ്പിച്ച ചരിത്രമുള്ളയാളാണ്. തൃശൂർ DIG സ്ഥാനത്ത് നിന്നും കണ്ണൂരിലെ ക്രമസമാധാന ചുമതലയിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ തന്നെ കുറ്റവാളികളുടെ നെഞ്ചിൽ ഭീതി പടർന്നു. നേരത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കെ നഗരത്തിലെ ലഹരി മാഫിയയും കൊട്ടേഷൻ സംഘങ്ങളെയും അടിച്ചമർത്താനും കാർത്തിക് എടുത്ത കർശന നിലപാടുകൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. തലസ്ഥാനത്തെ VIP സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗുണ്ടാ സംഘങ്ങളുടെ നട്ടലൊടിക്കുക എന്ന നയമാണ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. കോട്ടയം, എറണാകുളം റൂറൽ, തൃശൂർ റൂറൽ, വയനാട് എന്നീ ജില്ലകളിൽ പോലീസ് മേധാവിയായി സേവനമനുഷ്ഠിച്ച കാലത്തൊക്കെ ശാസ്ത്രീയ അന്വേഷണ രീതികളിലൂടെ വൻ കേസുകൾ തെളിയിച്ച് അദ്ദേഹം മാതൃകയായി. എറണാകുളം റൂറൽ SP ആയിരിക്കുമ്പോൾ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഡാർക്ക് ഫോഴ്സ് കൊച്ചിയിലെ കുറ്റവാളികളുടെ ഉറക്കം കെടുത്തിയ ഒന്നായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, അതിനേക്കാൾ മിടുക്കരായിട്ടുള്ള കേരള പോലീസ് ഇവിടെ കാവലായി ഉണ്ട് എന്നുള്ളത്.